ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാനും ചേച്ചിയും വരുണോട് കൂടി പണി സിനിമയ്ക്ക് പോയതാണ്. ഞാനും വരുണും ഇത് രണ്ടാമത്തെ തവണയാണ് കാണാൻ പോണത്. ഞാനും അമ്മയും ചച്ചും വരുണും ഓൾറെഡി ഒരു തവണ കണ്ടതാണിത്. അപ്പോൾ ചേച്ചി കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ചേച്ചി വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ചേച്ചിയുടെ കൂടെയും കൂടെ ഒന്നോടെ പോയി കണ്ടു പടം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ബോച്ചയുടെ കള്ളുഷാപ്പ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പം ഞാൻ ഇതുവരെ ബോച്ചയുടെ അവിടെ പോയിട്ടില്ല. അപ്പോൾ വിചാരിച്ചു അവിടെ ഒരു കുഞ്ഞു പാർക്കും ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ചച്ചുവിനെയും കൊണ്ട് പാർക്കിലേക്ക് പോകാമെന്ന് കരുതി ഞങ്ങൾ പോയതാണ്. ഇതാണ് ബോച്ചയുടെ കള്ളുഷാപ്പ്. ബോച്ച തെങ്ങി കയറുന്ന ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പിന്നെ ഉള്ളിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. ഇത് എൻട്രൻസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി അങ്ങ് നടക്കാനുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞ എൻട്രൻസ്. ബോച്ച ഓടാൻ നിൽക്കണ പോലത്തെ ബോച്ചയുടെ ഒരു പ്രതിമയൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ നിന്ന് ആക്ച്വലി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ചച്ചുവിൻ്റെ അങ്ങോട്ടേക്ക്. ചച്ചുവിന് ഒരു കുഞ്ഞ് പാർക്കായിട്ടുള്ളത്, അത്രയും വലിയതൊന്നുമില്ല, അധികം സാധനങ്ങളും ഒന്നുമില്ല. 2 വലിയ സ്ലൈഡും ഉണ്ട്, അതേപോലെ തന്നെ സ്ലിങ് ഉണ്ട് 2. പിന്നെ ഉള്ളത് ട്രാംപ്ലിനാണ്. അപ്പോൾ സ്ലിങ്ങിലല്ല, അവൾക്ക് സ്ലൈഡിൽ കയറാനാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ അതിൽ തന്നെ അവൾ ഊർന്നിറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിള്ളേർ അപ്പുറത്തല്ലെങ്കിൽ ഇപ്പുറത്ത് നിന്ന് അവളെ പിടിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കുറേ നേരം ഇവരെല്ലാവരും കൂടെ കൂടി ഊഞ്ഞാലിലാടി. പിന്നെ ട്രാംപ്ലിൻ പോയി. പിന്നെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് താമരക്കുളം പോലെയല്ല, ഒരു ചെറിയ തോട് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ആംബിയൻസും എല്ലാം നല്ലതായിരുന്നു. കുറച്ച് നേരം നമ്മളവിടെ ഇരുന്നിട്ട് വിചാരിച്ചു അവിടം വരെ വന്നാലേ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബോട്ടിങ് ങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സ്വന്തം റിസ്കിൽ തന്നെ നമ്മൾ കയറണം. അതിനൊന്നും നമ്മൾ കയറിയില്ല, കാരണം അവിടെ ഭയങ്കര ഒരു സ്മെല്ലുണ്ടായിരുന്നു. ഈ ഇതിൻ്റെ ഒരുമാതിരി സ്മെല്ല് പറയാൻ എനിക്കറിയില്ല. കണ്ടോ, ബോച്ച തെങ്ങി കയറി കള്ളെടുക്കാൻ കയറണ ഒരു പ്രതിമയും കൂടെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ അടുത്തുനിന്ന് ഫോട്ടോ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്തോ നമ്മൾ ചിക്കൻ്റെ ഒരു ഇതും പിന്നെ എല്ലാവരും വെള്ളവും കുടിച്ചു. അതൊന്നും അത്രയ്ക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല. എനിക്ക് പേഴ്സണലി നമ്മളവിടെ നിന്ന് കഴിച്ച സാധനങ്ങൾ അങ്ങനെ ഇഷ്ടമായിട്ടില്ല. പിന്നെ ബോച്ചയുടെ ചായപ്പൊടി ഉണ്ടായിരുന്നു. വരുൺ പിന്നെ ഒരു ബോച്ചയുടെ ചായപ്പൊടി വാങ്ങിച്ചു. പിന്നെ അതിൻ്റെ കൂടെ ഒരു കൂപ്പൺ കിട്ടിയായിരുന്നു. ആ കൂപ്പണിൽ നമ്മൾ 40 രൂപയ്ക്കാണ് ചായപ്പൊടി വാങ്ങിച്ചത്. ആ കൂപ്പണിൽ നമുക്ക് 100 രൂപ അടിച്ചായിരുന്നു. അപ്പോൾ ചായപ്പൊടി മേടിച്ച കാശ് ലാഭമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും വെറൈറ്റി ആയിട്ടുള്ള കുൽഫി വാങ്ങിച്ചു. നല്ല കുൽഫിയായിരുന്നു കേട്ടോ. ഫ്രണ്ടിൽ തന്നെയുള്ളത്, പുള്ളിയുടെ കടയുടെ ഉള്ളിൽ തന്നെയുള്ളത്. ആ കുൽഫി വാങ്ങിച്ചു, എല്ലാവരും വാങ്ങിച്ച്. അവിടെ വലിയൊരു സ്ലിങ് ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങളിരുന്ന് കുറേ നേരം ആടി ആ കുൽഫിയൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ അവിടെ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു, കാരണം ഇത്തിരി ഇരുട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു സ്ഥലത്തോടെ പോകാനുണ്ടായിരുന്നു. പിന്നെ ചച്ചു അവിടെ നിന്ന് പോരാനായിട്ട് അത്ര താല്പര്യമൊന്നും കാണിച്ചില്ല. ചേച്ചിമാരും അവളും കൂടി അവിടെ ഇരുന്ന് കളിയായിരുന്നു. പിന്നെ അവൾ അതിൽ കുറേ നേരം ഓടി കിടന്നു. കുറേ പാട്ട് വച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ പാട്ട് വെച്ചൊരു DJ ആംബിയൻസ് ഒക്കെ അവിടെ ചെറുതായിട്ടൊന്ന് കാണിച്ചപ്പോഴത്തേക്കും ചച്ചു പിന്നെ അവിടെ പോയി നിന്ന് ഡാൻസ് കളിക്കലായി. പിന്നെ അവിടെ നിന്ന് നമ്മൾ വേഗം ഇറങ്ങിയിട്ട് നേരെ നമുക്ക് കല്യാണത്തിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അങ്ങോട്ടേക്കാണ് പോയത്. അപ്പം ഞാനും അമ്മയും ചേച്ചി ഉണ്ടായിരുന്നില്ല, ബിന്ദു ആൻറ്റി ഉണ്ടായിരുന്നു, ഞങ്ങൾ വരുണും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇത്രയും പേരും കൂടി ഫംഗ്ഷന് പോയി. പിന്നെ അവിടെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കഴിച്ചിട്ട് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു കണ്ടൻറ്റുമായിട്ട് വരുന്നവരെ ബായ്.